സ്വർണം കുഴിച്ചെടുക്കാനാകുമോ? ചോദ്യം മലയാളികളോടാണെങ്കിൽ ഉത്തരവും ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ സ്വർണം. വാ കഥ പറയാം. പണ്ടുകാലം മുതൽ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർണം മറഞ്ഞു കിടന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. കാടുകൾ കടന്നൊഴുകി വന്ന പുഴവഴികളിൽ സ്വർണത്തരികൾ സൂര്യവെളിച്ചത്തിൽ മിന്നിത്തിളങ്ങി. എങ്ങോട്ട് പോയി തിരയണമെന്നറിയാത്തവർ കാട് കയറിയതോടെ സ്വർണത്തിന്റെ മറ്റൊരു ലോകം അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിലാണ് വയനാട്ടിലെ തരിയോടിലെ സ്വർണശേഖരം വെളിപ്പെടുന്നത്. എങ്ങനെയോ വൻ സ്വർണശേഖരം ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ അത് പുറത്തെത്തിക്കാനുള്ള വഴികളും ആലോചിച്ചു തുടങ്ങി. ചാലിയാറിലൂടെ ഒഴുകിവരുന്ന സ്വർണത്തിന്റെ തുടക്കം വയനാട്ടിലാണെന്നും ഇവിടുത്തെ പണിയർ ഉൾപ്പെടുന്ന ഗോത്രവിഭാഗക്കാർ തങ്ങളുടെ രീതികളിൽ സ്വർണം പുഴയിലാണെന്നും അവർ മനസ്സിലാക്കി. സ്വർണശേഖരത്തെക്കുറിച്ച് അറിഞ്ഞതോടെ പിന്നെ ഇവിടേക്ക് ഖനന കമ്പനികളുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ഖനനത്തിനെത്തുന്ന തൊഴിലാളികൾക്കുള്ള താമസ സ്ഥലം, സത്രം, പോലീസ് ഔട്ട് പോസ്റ്റ്, വിശ്വാസികൾക്ക് വരാനായി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ എന്നിവയെല്ലാം ഈ ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി അക്കാലത്തെ ഇമ്പീരിയൽ ബാങ്കിന്റെ ഒരു ശാഖയും ഇവിടെ ചൂരാണിയിൽ ആരംഭിച്ചു. പിന്നീട് ഖനനം ആരംഭിച്ചതോടെയാണ് ഇവരുടെ കഷ്ടകാലം ആരംഭിച്ചത്. കണക്കുകൂട്ടിയ പോലെ സ്വർണം ഇവിടെ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കമ്പനി വൻ നഷ്ടം നേരിടുകയും ചെയ്തു. പിന്നീട് കമ്പനി പൊളിഞ്ഞതോടെ ബ്രിട്ടീഷുകാരൻ ബംഗ്ലാവ് തകർത്ത് ആത്മഹത്യ ചെയ്തുവെന്നും തുടർന്ന് സ്വർണ്ണഖനി പൂട്ടിപ്പോവുകയും ചെയ്തുവെന്നാണ് ചരിത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വരാം അടുത്ത കഥയുമായി.